ഗുഡ് മോർണിംഗ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 എക്സസൈസ് 10.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യുവാണ്. ഐഡന്റിഫൈ ടേംസ് ഫാക്ടേഴ്സ് ഇൻ ദ എക്സ്പ്രഷൻ. കുറേ എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്, 8 കൊടുത്തിട്ടുണ്ട്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇതിനകത്തുനിന്ന് നമുക്ക് ടേംസും ഫാക്ടേഴ്സും കണ്ടുപിടിക്കണം. ഇത് നമ്മൾ നേരത്തെ എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കോളത്തിൽ ഇടുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് വൺ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. ഫസ്റ്റ് വൺ എക്സ്പ്രഷൻ എഴുതിക്കേ. എക്സ്പ്രഷൻ എന്നാ വരുന്നത്? -4x + 5. ഇതാണ് എക്സ്പ്രഷൻ. ഏതൊക്കെയാ അതിനകത്ത് ടേംസ് വരുന്നത് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ -4x, സെക്കൻഡ് വൺ 5 അല്ലേ? ഇനി ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതാം. ഞാൻ ഈ രണ്ടായിട്ട് എഴുതാൻ കാരണം നിങ്ങൾക്ക് ഫാക്ടേഴ്സ് എളുപ്പം എഴുതാൻ വേണ്ടിയാണ്. -4x വരുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് പറ. -4ഉം എക്സും. വെറും 4 അല്ല, -4. നെക്സ്റ്റ് വൺ ഈസ് 5. ഇത്രയല്ലേ ഉള്ളൂ ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Second expression is 4x + 5y. Which are the terms? First one -4x, second one 5y. ഇവിടെ എഴുതാൻ പോവാണ്. ഫസ്റ്റ് വൺ -4x, സെക്കൻഡ് വൺ 5y. Then which are the factors? ഫസ്റ്റ് വണ്ണിന്റെ ഫാക്ടേഴ്സ് പറഞ്ഞേ ഏതൊക്കെയാ? Yes, -4. Then next one is x. Here first factor is 5, second is 1. ഞാൻ ഇങ്ങനെ രണ്ട് നിരത്തി എഴുതാതെ ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേം ഇങ്ങനെ എഴുതി എന്തിനാന്ന് മനസ്സിലായില്ലേ? നമുക്കിവിടെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഇങ്ങനെ ഓരോന്നിനും എടുത്ത് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ആകെപ്പോഴ അത് കുഴഞ്ഞു പറഞ്ഞു പോകത്തില്ല. നിങ്ങൾക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. തേർഡ് വൺ എക്സ്പ്രഷൻ ഈസ് 5y + 3y². ഓക്കെ, ട്രീ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ മാത്രം ട്രീ ഡയഗ്രാം വരച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എടുത്ത് എഴുതിയാൽ മതിയേ. 5y ഇവിടുത്തെ ടേംസ് ഏതൊക്കെയാ മോനെ? 5y ഒരു ടേം, നെക്സ്റ്റ് വൺ ഈസ് 3y² അല്ലേ? ഇതിന്റെ ഫാക്ടേഴ്സ് പറ. അത് ഏതൊക്കെയാണ്? 5y, നെക്സ്റ്റ് 3y² ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ 3, നെക്സ്റ്റ് y². 2y's are there, therefore y. എളുപ്പമല്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ട്രീ ഡയഗ്രാം വരച്ചത് കൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ xy + 2x² y². ഫോർത്ത് വൺ അല്ലേ? xy + 2x² y². And which are the terms? First one is xy, next one 2x² y² അല്ലേ? ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? x and y. Here factors are first one 2x are there, therefore x, 2y's. y² means 2y's are there, therefore y. എളുപ്പമല്ലേ? ഇവിടെ ഒന്ന് റബ്ബ് ചെയ്യുവാണേ. ബാക്കി എഴുതാൻ വേണ്ടി. നമ്മളിപ്പോൾ എത്ര വരെ? 4th വരെ ചെയ്തല്ലേ? ഫിഫ്ത്ത് വൺ എക്സ്പ്രഷൻ ഈസ് PQ + Q. Which are the terms? First term is PQ, next one is Q അല്ലേ? ഇനി ഫാക്ടേഴ്സ് പറയാം. PQ ന് 2 factors, P and Q. Q has only one factor. Q itself is the factor. Then next one, sixth one, 1.2ab - 2.4b + 3.6a. It is the expression. It's a long expression. How many terms are here? 3 terms. First one is 1.2ab, next one -2.4b, third one is 3.6a അല്ലേ? ഇനി ഫാക്ടേഴ്സ് എഴുതാം. ഫസ്റ്റ് വണ്ണിന്റെ ഫാക്ടേഴ്സ് പറ. ആദ്യത്തെ ഫാക്ടർ ഏതാ? ന്യൂമറിക്കൽ പാർട്ട് 1.2. അങ്ങനെ എഴുതുക. പിന്നെ ഏതൊക്കെയുണ്ട്? എയും ബിയും. A, B. ഇനി ഇവിടെ സെക്കൻഡ് വൺ -2.4b. Then we have to write -2.4 as one factor, then b. Okay, next one 3.6a. First factor is 3.6, next factor is a.
എളുപ്പമല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് next expression is 3/4x plus 1/4. Factors പറഞ്ഞേ, terms പറഞ്ഞേ. First one is 3/4x, next one is 1/4 അല്ലേ? അപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? ഫസ്റ്റ് വണ്ണിന്റെ ഫാക്ടേഴ്സ്, ഫസ്റ്റ് വൺ ഈസ് 3/4, next one is x, then 1/4 has only one factor. 1/4 itself is the factor. And next one expression 0.1 p square plus 0.2 q square. Here which are the terms? Terms പറഞ്ഞേ 0.1 p square ആണ് ആദ്യത്തത്, സെക്കൻഡ് വൺ 0.q square. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫാക്ടേഴ്സ് പറയാമല്ലോ മക്കളെ. ഏതൊക്കെയാ? ഫസ്റ്റ് നമ്മൾ ന്യൂമറിക്കൽ പാർട്ട് എഴുതണം 0.1. നെക്സ്റ്റ് p square. How many p's are there? 2p. That is first p, second p. Then 0.2 q square. First numerical part 0.2 numerical part. Then q square means 2 q's are there. That is first q, second q. ഇത്ര എളുപ്പമാണ്. ഒന്നുമില്ല, ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്റർ ആയത് അല്ലേ? ഒന്ന് നോക്കുക മതി. ഫാക്ടർ എന്താണ്, ടേംസ് എന്താണ് എന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ മൈനസ് സൈൻ വരുമ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക. അത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണേ. താങ്ക് യു.